ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ 1125 മലയാളം എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്സ് താഴെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അധികം സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്റർ 1125 ഹൗ ടു ഡിഫൈൻ ഡെത്ത്, മരണത്തെ എങ്ങനെ വിവരിക്കാം. കൊള്ളാം. അപ്പോൾ എഗ് ഹെഡ് ആണ് കാണിക്കുന്നത്. നേവി ഷിപ്സ് ഒക്കെ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ സെറാഫിംസിനെയൊക്കെ ചാർജ് ചെയ്തിട്ട് ഷിപ്പിലേക്ക് കയറ്റാൻ പറയുന്നുണ്ട്. അതേപോലെ സീ ബീസ്റ്റ്, വെപ്പൺ, പെസിഫിസ്റ്റ ഇതെല്ലാം ഷിപ്പിലേക്ക് എടുത്തേക്കാൻ പറയുകയാണ്. അപ്പോൾ റോബ് ലുച്ചിയും കാക്കുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സൈഫർ പോളിലെ ഒരു ഏജന്റ് അവരോട് ചോദിക്കുകയാണ് സ്റ്റൂസി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലുച്ചി പറയുകയാണ് ഞാൻ അവളെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരാകെ ഇങ്ങനെ അത് കേട്ടിട്ട് ഞെട്ടുകയാണ്. കാക്കു ഇങ്ങനെ ലുച്ചിയുടെ പുറകെ നിൽക്കുന്ന നമുക്ക് കാണാം. കാക്കു ഇപ്പോഴും ആകെ അങ്ങ് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ലുച്ചി ആണെങ്കിൽ ആ സോറോയുടെ അറ്റാക്ക് കിട്ടിയിട്ട് നെഞ്ചത്ത് മറ്റേ പാണ്ടിപ്പടയിൽ സലീം കുമാർ ബാൻഡേജ് ഇട്ടിരിക്കുന്ന പോലെ നല്ലപോലെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് സെയിന്റ് സാറ്റേൺ ആണ്. അങ്ങേര് ആ 9 വൈസ് അഡ്മിറൽസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ്റേൺ അവരോട് പറയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് തേടി വന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കൂടെ വേഗാപ്പം കൊണ്ട് യോർക്ക് നമ്മുടെ കൂടെ ഉണ്ട്, പിന്നെ പങ്ക് റെക്കോർഡ്സ് നമുക്ക് ലഭിച്ചു, അതേപോലെ തന്നെ പവർ സ്റ്റേഷൻ നമ്മുടെ കയ്യിലാണ്, പിന്നെ മദർ ഫ്ലെയിം കിട്ടി. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടി. പക്ഷേ ചെറിയൊരു പാളിച്ച മാത്രമേ പ്ലാനിൽ വന്നിട്ടുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വൈസ് അഡ്മിറൽസ് സാറ്റേണിനോട് സോറി പറയാണ്. കാര്യം അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ബോണി രക്ഷപ്പെട്ടു, അതേപോലെ തന്നെ ലൂഫി രക്ഷപ്പെട്ടു, അവരെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഒരു നേവിയുടെ ഭയങ്കര അവരുടെ ബസ്റ്റർ കോളിൻ്റെ ആ ഫ്ലീറ്റ് ഫുൾ ഉണ്ടായിരുന്നു, എന്നിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ എൽബാഫിലേക്ക് പോവാം, അതിനായിട്ട് ഞങ്ങളെ അനുവദിക്കണം, അവരെ പിടിച്ചോണ്ട് വരാം എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പോൾ സാറ്റാണ് അവരോട് പറയണം അതൊക്കെ വിട്ടേക്ക്, എൽബാഫിലേക്ക് പോകുന്ന കാര്യമൊക്കെ വിട്ടേക്ക്, അതിലൊന്നും ഇനിയും കാര്യമില്ല. ഞാൻ ഉദ്ദേശിച്ച ഒരു പാളിച്ച എന്ന് പറയുന്നത്, അതായത് വെഗാപങ്കിൻ്റെ മെസ്സേജ് ഫുള്ള് ബ്രോഡ്കാസ്റ്റായി, അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു. അതാണ് സാറ്റാണ് അവരോട് പറയുന്നത്. അതേപോലെ തന്നെ ആ അയൺ ജയന്റ് ഇത്രയും കാലമായിട്ട് ഒരു അനക്കവും ഇല്ലാതെ കിടന്ന അയൺ ജയന്റ് ആ പൈറേറ്റ്സിനെ രക്ഷിക്കാൻ വേണ്ടി വന്നത് അതും ആകെ ഒരു പിടികിട്ടാത്തൊരു കാര്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് സാറ്റേൺ 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് മെരി ജോയ്സിൽ ആ പ്രശ്നം ഉണ്ടാക്കിയ ശേഷം അയൺ ജയന്റിനെ സ്ക്രാപ്പ് ചെയ്യാൻ, അതായത് ആക്രിയാക്കി എല്ലാം പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് അങ്ങനായിരുന്നു ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ സാറ്റേൺ അവിടുത്തെ സയൻസ് അവരുടെ ടീമിനോട് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഇതിനെ നശിപ്പിച്ച് കളയരുത്, ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. കാര്യം ഇതിപ്പോൾ ഭാവിയിൽ നമുക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടാവും. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഈ അയൺ ജയന്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ അത് നമ്മുടെ മിലിറ്ററി ഫോഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഭാവിയിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സാറ്റേൺ ആ ഒരു തീരുമാനം നിർത്തി വെക്കുന്നുണ്ട്. ഇത് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം നിർത്തി വെപ്പിച്ചത് സാറ്റേണായിരുന്നു അന്ന്. അപ്പോൾ അവരും സാറ്റേണിനോട് നന്ദി പറയുന്നുണ്ട്. സയൻസ് ടീമും സാറ്റേണിനോട് നന്ദി പറയുന്നു. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ഈ അയൺ ജയന്റ് ഭയങ്കര അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി അത്ര കിടിലമായിട്ടുള്ള ഭയങ്കര ടെക്നോളജിയാണ്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ആക്രിയാക്കി പാഴാക്കി കളയുന്നത് ഒട്ടും ഞങ്ങൾക്കും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു എന്നൊക്കെ അവരിങ്ങനെ പറയുന്നു. അപ്പോൾ സാറ്റേൺ തന്നെയാണെന്ന് ഈ പണി മേടിച്ചത്. അന്ന് ഈ സാധനം പൊളിച്ചു കളയാൻ പറഞ്ഞാൽ മതിയായിരുന്നു, അവർക്ക് ഇന്ന് ഈ പ്രശ്നം വരില്ലായിരുന്നു. ഇത് സാറ്റേൺ തന്നെ വെച്ച പണി പുള്ളിക്ക് തിരിച്ചടിച്ചതാണ്. അപ്പോൾ പിന്നെ പ്രസന്റ് കാര്യം കാണിക്കുകയാണ്. സാറ്റേൺ അപ്പോൾ ചിന്തിക്കുകയാണ് 200 വർഷത്തോളം ഒരു അനക്കം ഇല്ലാതെ കിടന്ന ഈ അയൺ ജയന്റ് ഇപ്പോൾ ലൂഫിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നത് എന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ വൈസ് അഡ്മിറൽ ഡോബർമാൻ സാറ്റേണിനോട് ചോദിക്കുകയാണ് സാർ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതായത് വെഗാപങ്കിൻ്റെ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ആയത് നമുക്ക് പറ്റിയ വലിയൊരു പാളിച്ചയാണെന്ന് ഇപ്പോൾ സാറ്റേൺ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കാര്യം അപ്പം വെഗാപങ്കിൻ്റെ മെസ്സേജിൽ അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്നാണോ അതിൻ്റെ അർത്ഥം എന്നിങ്ങനെ ഡോബർമാൻ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം സാറ്റേണിന് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അപ്പോൾ ഇങ്ങനൊരു നോട്ടം നോക്കുന്നുണ്ട്. ഒറ്റയടിക്ക് തന്നെ ഡോബർമാൻ തലയും പൊട്ടി പുറമോട്ട് തെറിച്ചൊരു വീഴ്ചയാണ്. ഇതേ ട്രിക്ക് തന്നെ സാറ്റേൺ എഗ് ഹെഡിൽ ആ ഒരു വന്ന് എൻ്റർ ചെയ്ത ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നേവി ഓഫീസർ ഇയാളുടെ ആ ഒരു മോൺസ്ട്രസ് ഫോം ഇങ്ങനെ കണ്ടിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരുന്ന ടൈമിൽ അയാളെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് അയാളുടെ തല പൊട്ടി അയാൾ മറിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വൈസ് അഡ്മിറൽസ് എല്ലാം അവിടെ കിടന്നിങ്ങനെ അലറി വിളിക്കുകയാണ് അയ്യോ ഡോബർമാൻ വീണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ആ മയങ്ങി കിടക്കുന്നതിന് മെഡിക്കൽ ടീമിൽ ആരെങ്കിലും വിളിച്ചുണർത്ത്, നമുക്ക് മെഡിക്കലിൻ്റെ ഹെൽപ്പ് വേണം എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്ന ആ പങ്ക് റെക്കോർഡ്സിൻ്റെ ആ മുകളിലത്തെ ആ ഒരു എഗ്ഗിൻ്റെ ആ ഭാഗം അവിടെ എന്തൊക്കെയോ ഇങ്ങനെ ക്ലൗഡ്സ് ഒക്കെ ഇങ്ങനെ വല്ലാതെ ഫോം ആവുന്നുണ്ട്. അപ്പോൾ ലാബിനകത്തിരുന്നിട്ട് യോർക്ക് ഇങ്ങനെ പറയുകയാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ സ്കൈ ക്ലൗഡ്സ് എങ്ങനെ ഇപ്പോൾ ഒരുപാട് ജനറേറ്റ് ആവുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ
ക്ലൗഡ് ജനറേറ്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, വെഗാപങ്ക് കഴിഞ്ഞ ചാപ്റ്റർ മെൻഷൻ ചെയ്തിരുന്നത്, അതിൽ നിന്ന് ഒരുപാട് ക്ലൗഡ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോർക്ക് പറയുന്നത് എന്തായാലും എഡിസണിൻ്റെ പണി തന്നെ ആയിരിക്കും, എഡിസണാണ് ഈ പരിപാടി ചെയ്യുന്നത്, അപ്പോൾ ഇവന് അവിടെ താഴെങ്ങാനും ചത്ത് കിടന്നാൽ പോരെ, ഇവൻ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് യോർക്ക് അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ എഡിസൺ തന്നെയാണ്, എഡിസൻ്റെ ആ ഒരു കണ്ണ് നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. എഡിസൺ അവിടെ ഇരുന്നിട്ട് നേരെ ഈ പങ്ക് റെക്കോർഡ്സിൻ്റെ ആ ടോപ്പ് ഭാഗം ക്ലൗഡ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ യോർക്കിന് മനസ്സിലായി ഫുള്ള് പണി കിട്ടി, കാര്യം പങ്ക് റെക്കോർഡ്സ് നമ്മുടെ എഡിസൺ തൂക്കിയിട്ടുണ്ട് ക്ലൗഡ്സ് വെച്ചിട്ടെന്ന് ഇങ്ങനെ പറയുകയാണ് യോർക്ക്. പിന്നെ നമ്മളെ കാണിക്കുന്നത് മേരി ജോയ്സ് ആണ്. അവിടെ സെലസ്റ്റിയൽ ഡ്രാഗൺസിൻ്റെ ഓരോ തോന്നിവാസങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അവർ വെഗാപങ്കിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് കണ്ട് ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കൂമ അവിടുന്ന് രക്ഷപ്പെട്ടു പോയല്ലോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അക്കൈനും അയാളെ പിടിക്കാതെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചു ഇവന്മാരാകെ അങ്ങ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ റെഡ് ലൈനിൻ്റെ മുകളിലായതുകൊണ്ട് ഇവന്മാരെന്തായാലും ഈ ലോകം ഫുള്ള് മുങ്ങിയാലും ഇവർ മുങ്ങിപ്പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ല, ഭയങ്കര അതിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് റവല്യൂഷണറി ആർമി പണി കൊടുത്തായിരുന്നല്ലോ, അപ്പോൾ അതിനുശേഷം ഇതാണ്. അപ്പോൾ അവർ ഷെഫിൻ്റെ അടുത്തൊക്കെ അവന്മാരുമാതിരി കടന്ന് ചൂടാവുന്നുണ്ട്. അതായത് ബീഫ് ചോദിച്ചിട്ട് മീനേ കിട്ടിയുള്ളൂ, അതെന്താണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവരും പറയുന്നുണ്ട് സാർ ഷോർട്ടേജ് ആണ്, അതൊക്കെ മനസ്സിലാക്കണം എന്നിങ്ങനെ പറയുന്നു. ഇവന്മാർക്ക് മനസ്സിലാക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ, അപ്പം തന്നെ തോക്കെടുത്തിട്ട് ഷെഫിനെ ഒറ്റ വെടിവെച്ച് കൊന്നേക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവന്മാരിരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ്, ഇത് ശരിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഫുഡൊക്കെ ഭയങ്കര ഷോർട്ടേജ് ആണ്, ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല, നമ്മളെങ്ങനെ വിശപ്പ് സഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരാരാണെങ്കിലും അവന്മാരെയൊക്കെ കണ്ടുപിടിച്ച് കൊന്നു കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ അങ്ങ് വിരളി പിടിച്ചിരിക്കുകയാണ് ഇവന്മാർ. പിന്നെ നമ്മളെ കാണിക്കുന്ന 5 എൽഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് റൂമാണ്, അതോറിറ്റി റൂം ഇങ്ങനെ കാണിക്കുകയാണ്. അവിടോട്ട് അപ്പോൾ ഫിഗർലാൻഡ് ഗാർലിംഗ് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് ഗാർലിംഗ് നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നീ എന്തിനാ ഇവിടോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗാർലിംഗ് പറയുകയാണ് എനിക്ക് പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ വന്നതെന്ന് പറയുന്നു. അപ്പോൾ വാർക്കുറി ചോദിക്കുകയാണ് ഓർഡറോ, ആര് നിനക്ക് ഓർഡർ തന്നു, എന്ത് ഓർഡറാന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ജൂപ്പിറ്റർ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഗാർലിംഗ് പറയുന്നത്, കൃത്യമായിട്ട് പറയാൻ പറയുന്നു. അതേപോലെ തന്നെ മാർസ് പറയാണ് നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാറായോ, ആളറിഞ്ഞ് കളിക്കടാന്നൊക്കെ മാർസും പറയുന്നുണ്ട്. പിന്നെ നോസ്റ്റുറ ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, ഇവർക്കൊന്നും ഈ ഗാർലിങ്ങിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഗാർലിംഗ് വന്നിട്ട് പറയുകയാണ് ഇനി യോർക്കിൻ്റെ കാര്യങ്ങൾ ഞാനായിരിക്കും നോക്കുന്നത്, അവൾ എൻ്റെ സർവൈലൻസിലായിരിക്കും എന്നിങ്ങനെ പറയുന്നു. അതായത് ഡിഫൻസ് വാരിയർ ഗോഡിൻ്റെ പോസ്റ്റിലേക്ക് ഇനിയും വരാൻ പോകുന്നത് ഞാനാണ് എന്ന് ഫിഗർലാൻഡ് ഗാർലിംഗ് പറയുന്നു. അതായത് നമ്മുടെ സാറ്റേണിൻ്റെ സ്ഥാനം, അപ്പോൾ സാറ്റേണിൻ്റെ സ്ഥാനം തെറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പുതിയ 5 എൽഡേഴ്സിലെ പുതിയ അപ്പോയിൻമെൻറ്റ് സാറ്റേണിനെ എടുത്ത് കളഞ്ഞിട്ട് ഫിഗർലാൻഡ് ഗാർലിങ്ങിനെ പുള്ളിയുടെ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റവന്മാരാകെ കിളി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗാർലിംഗ് ഇങ്ങനെ വന്നിട്ട് ഇവന്മാരുടെ ഓപ്പോസിറ്റ് സാറ്റേണിൻ്റെ കസേരയിൽ കയറി ഇങ്ങനെ കാലിന്മേൽ കാലൊക്കെ വെച്ചിട്ട് കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ബാക്കി 4 പേരോട് ഗാർലിംഗ് എവിടെ ഇരുന്ന് പറയുകയാണ് ഇപ്പോൾ ലോകം ആകെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇനിയും വലിയൊരു യുദ്ധവും കാര്യങ്ങളും ഒക്കെ എന്തായാലും നടക്കും, അപ്പോൾ ഇനി മുതൽ നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാം എന്നിങ്ങനെ പറയുന്നു. പിന്നെ നമ്മളെ എഗ്ഹെഡാണ് കാണിക്കുന്നത്. അവിടെ സാറ്റേൺ ഇങ്ങനെ കിടന്ന് അലറുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ് അയ്യോ എന്തു പറ്റി സെയിൻ സാറ്റേൺ എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. സാറ്റേൺ അവിടെ കിടന്ന് ഭയങ്കര അലർച്ചയാണ്, കഴുത്തിനൊക്കെ പിടിച്ചിട്ട് പുള്ളിയുടെ ദേഹത്തു നിന്നൊക്കെ എന്തൊക്കെയോ കുറേ ബ്ലാക്ക് ഫ്ലെയിംസ് ഒക്കെ ഇങ്ങനെ പൊങ്ങിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈസ് അഡ്മിറൽസ് ഇങ്ങനെ പറയുന്നുണ്ട് മെഡിക്കൽ ടീം പെട്ടെന്ന് വരൂ, സെയിൻ സാറ്റേൺ എന്തോ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ വൈസ് അഡ്മിറൽ ഡോളൊക്കെ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പുള്ളിക്കൊന്നും സംഭവിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ ചിന്തിക്കുകയാണ്. അവർ ചോദിക്കുകയാണ് ഇതിന് എന്തെങ്കിലും അസുഖം വല്ലതും ആണോ, സെയിൻ സാറ്റേൺ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറയാനൊക്കെ അവന്മാരിങ്ങനെ പറയുന്നു. അപ്പോൾ സെയിൻ സാറ്റേൺ ആകെ മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ആകെ ദേഹത്തു നിന്നെല്ലാം ഇങ്ങനെ കുറേ കറുത്ത ഫ്ലെയിംസ് ഒക്കെ ഇങ്ങനെ വന്ന് വല്ലാതെ ഇതായിട്ടിരിക്കുകയാണ്. വൈസ് അഡ്മിറൽസ് എല്ലാം അപ്പോൾ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ് ഇതെന്താ സംഭവിക്കുന്നതെന്നറിയാതെ. അപ്പോൾ ഈ ഇമു സാറ്റേണിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് സാറ്റേണിന് കേൾക്കാം. അപ്പോൾ ഇമു പറയുന്നത് ജോയ് ബോയിയുടെ സഹായത്തോടെയാണ് സ്ട്രോ ഹാറ്റ് ക്രൂവും എൽബാഫിലെ ആൾക്കാരും എഗ്ഹെഡിൽ നിന്ന് രക്ഷപ്പെട്ടത്, അപ്പോൾ നിനക്ക് അവരെ തടയാൻ സാധിച്ചില്ല, അപ്പോൾ ഇത് അതിനുള്ള ശിക്ഷയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സാറ്റേൺ അവിടെ കിടന്ന് പൊട്ടിക്കരയാണ്, ജോയ് ബോയുടെ ഒരു ഹാക്കി അവരുടെ സഹായത്തിന് എത്തുമെന്ന് ആര് ചിന്തിച്ചു, ഞാനങ്ങനെ ചിന്തിച്ചു പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ നോ രക്ഷ, പുള്ളി പൊട്ടിത്തെറിക്കുകയാണ് അവിടെ. പിന്നെ നേവിക്കാരൊക്കെ നോക്കി കഴിയുമ്പോൾ പുള്ളിയുടെ അസ്ഥികൂടം മാത്രമേ അവിടെ കിടപ്പുള്ളൂ, വേറൊന്നുമില്ല. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സീനാണ്. കാര്യം ആ 5 എൽഡേഴ്സിലെ ഏറ്റവും വെറുപ്പിച്ചൊരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാറ്റേണായിരുന്നു. അപ്പോൾ സാറ്റേണിൻ്റെ ആ ഒരു ഡെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ പീസ് ഫാൻസിന് വളരെയധികം ആഘോഷിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്.
അപ്പോൾ ആ ക്ലൗഡ്സ് ജനറേറ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പങ്ക് റെക്കോർഡ്സിൻ്റെ ടോപ്പ് ഭാഗം ഇപ്പം കടലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ ഷാക്ക, അറ്റ്ലസ്, പൈതഗോറസ് പിന്നെ എഡിസൺ ഇവർ 4 പേരും ജീവനോടെ തന്നെ ഉണ്ട്. അപ്പോൾ ഷാക്ക ഇങ്ങനെ പറയുകയാണ്, നമുക്ക് ലാബോസ്ട്രാറ്റം കൂടെ ഫുൾ എടുത്തുകൊണ്ട് വരായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അറ്റ്ലസ് പറയുകയാണ്, ആ യോർക്ക് ഇടയ്ക്ക് കയറിയോണ്ടാണ്, ഇല്ലായിരുന്നു നമുക്ക് അതുകൂടെ പൊക്കിക്കൊണ്ട് വരായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പൈതഗോറസ് പറയാണ്, ഈ ബ്രെയിൻ സിഗ്നൽസ് എല്ലായിടത്തും ചെല്ലുമല്ലോ, അതിപ്പം യോർക്കിന് ആക്സസ് ചെയ്യാൻ പറ്റും, ഇതിലെ ഡേറ്റാസ് യോർക്കിന് എവിടെ ഇരുന്നുകൊണ്ട് വേണേലും ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഡിസൺ പറയാണ്, ഇത് ഫുൾ അവളുടെ കൈ വിട്ടിട്ട് പോകുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ നമ്മളിത് എടുത്തുകൊണ്ട് വന്നതെങ്കിലും, അവർക്കപ്പം ഫുള്ളായിട്ട് അങ്ങനെ പറ്റില്ലല്ലോ. പിന്നെ പറയുന്നുണ്ട്, മനുഷ്യരാശിക്ക് മുഴുവൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഈ ബ്രെയിൻ മാറുന്നവരെ നമുക്കിത് സൂക്ഷിച്ചു വെച്ചേ പറ്റൂ, അതായത് ഗവൺമെന്റിന്റെ കയ്യിലോ ഒന്നും എത്താതെ ഈ സാധനം സൂക്ഷിച്ചു വെച്ചേ പറ്റൂ എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഷാക്ക പറയാണ്, അതിന് മിക്കവാറും ഒരു 500 വർഷമെങ്കിലും പിടിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നീ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച റോമിംഗ് ക്ലൗഡ് ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ പറന്ന് നടക്കുന്ന ക്ലൗഡ്, ഇതിങ്ങനെ ഫുൾ ടൈം സ്കൈയിൽ കൂടി ഇങ്ങനെ പറന്ന് നടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എഡിസൺ പറയുന്നുണ്ട്, അതെ റോമിംഗ് ക്ലൗഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്, പക്ഷേ പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത്, അതായത് വെഗാപങ്ക്സ് മുഴുവൻ മരിച്ചു എന്നാണല്ലോ ലോകത്തുള്ളവരെല്ലാം ഇപ്പോൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെ അങ്ങ് ലോകം ചുറ്റി നടക്കാനും പറ്റൂല, അതിലൊരു പ്രശ്നം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതുമല്ല പൈതഗോറസ് അപ്പോൾ പറയുന്നു, നമുക്ക് ഫണ്ടൊന്നുമില്ല, റിസർച്ച് നടത്താൻ വേണ്ടി നമ്മുടെ ഈ ഫണ്ടും ഭയങ്കര ഒന്നുമില്ല, ഷോർട്ടാ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എഡിസൺ പറയാണ്, അതിനൊന്നും പ്രശ്നമില്ല, നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഹെൽപ്പ് കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവര് പുതിയൊരു ബോഡി സെറ്റ് ചെയ്യാണ്, ഇവരുടെ ഒരു 4 പേരുടെയും കൂടെ ബ്രെയിൻ ഒറ്റ ബോഡിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഒറ്റ ബോഡി സെറ്റ് ചെയ്യുകയാണ്. അതായത് ഷാക്കയുടെ ദേഹം ഇടത്തെ കൈ ആണെങ്കിൽ അറ്റ്ലസിൻ്റേത്, വലത്തെ കൈ പൈതഗോറസിൻ്റേത്, തല എഡിസന്റെ, ഇങ്ങനെ ഇവരുടെ 4 പേരുടെയും കൂടെ ഫ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു ഒറ്റ ബോഡി. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാം, അവിടെ ഒരു റൂമിനകത്ത് ഫുള്ള് വെഗാപങ്കിൻ്റെ കുറേ ക്ലോൺസിൻ്റെ ബോഡി പാർട്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ബോഡി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അറ്റ്ലസ് പറയുന്നുണ്ട്, ആ യോർക്കിൻ്റെ ബോഡി പാർട്സ് ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട, അതൊക്കെ എടുത്ത് ദൂരെ കളയാം, അവൾ ചതി ചെയ്തവളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നു അങ്ങനെ തന്നെ ചെയ്യാമെന്നിങ്ങനെ പറയുന്നു. പിന്നെ കാണിക്കുന്ന അവർ വെതേറിയയിലോട്ട് കോൾ ചെയ്യുകയാണ്. അതായത് ടൈം സ്കിപ്പിന് മുമ്പ് കൂമ ആസ്ട്രോ ഹാർട്സിനെ പലയിടത്തോട്ട് വിട്ടപ്പോൾ നാമിയെ പറഞ്ഞു വിട്ട സ്കൈ ഐലൻഡ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറയാണ്, വെഗാപങ്കാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു വയസ്സായ മനുഷ്യൻ, ആ മേഘങ്ങളെ പറ്റിയും കാറ്റിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ആ മനുഷ്യൻ, അങ്ങേരപ്പം ഞെട്ടുകയാണ്. വെഗാപങ്കോ നിങ്ങൾ മരിച്ചു എന്നാണ് ഞാൻ കരുതിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി ഞെട്ടുകയാണ്. അപ്പം അവരെയൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് റവല്യൂഷണറി ആർമിയുടെ ബേസ് ആയിട്ടുള്ള കമബക്ക ക്യൂൻഡമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവാല ഉണ്ടല്ലോ, കോവാല അവിടെ ഈ വെഗാപങ്കിൻ്റെ ബ്രോഡ്കാസ്റ്റിനെ പറ്റി ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ലോകം മുഴുവൻ വെള്ളത്തിനടിയിലാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവരിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ മരിച്ചു പോകുമെന്നൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പം കോവാല പറയുകയാണ്, ഈ വോയിഡ് സെഞ്ചുറിയിൽ വലിയൊരു യുദ്ധം നടന്നിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ ഇപ്പോഴും മറച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ ഏൻഷ്യൻ്റ് വെപ്പൺസിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഈ ലോകം 200 മീറ്റർ താഴ്ചയിൽ ഈ കടലിനടി താഴ്ന്നു പോയി, പണ്ടത്തെ ലോകം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാം. വെഗാപങ്കിൻ്റെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് തന്നെ അത് ബാക്കി റവല്യൂഷണറി ആർമിയിലെ അവിടുത്തെ അംഗങ്ങൾക്കൊക്കെ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ പറയുകയാണ്, വൺ പീസ് ക്ലെയിം ചെയ്യുന്ന ആൾ ആരാണെങ്കിലും അയാൾ പൈറേറ്റ് കിങ് ആവുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു വലിയ പവർ അയാളുടെ കയ്യിലേക്ക് വരും എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അവർ പറയുകയാണ്, നമുക്കൊരിക്കലും അങ്ങനെ നടക്കാൻ നമുക്ക് സമ്മതിച്ചുകൂടാ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് സെലസ്റ്റിയൽ ഡ്രാഗൺസ് എല്ലാം റെഡ് ലൈനിൻ്റെ മുകളിൽ താമസിക്കുന്നത്. കാര്യം അങ്ങോട്ടേക്ക് വെള്ളം കയറില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് അവർ അവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് ഇങ്ങനെ സാബോ പറയുന്നുണ്ട്. അപ്പോൾ ഇവാൻഗോവും പറയുവാണ്, അപ്പോൾ അതുകൊണ്ടാണ് ടെക്കീല വൂൾഫ്, വോഡ്ക വൂൾഫ്, റം വൂൾഫ്, ബോർബൺ വൂൾഫ് ഇവിടൊക്കെ വർഷങ്ങളായിട്ട് അടിമകളെ ഉപയോഗിച്ച് അവിടെ വലിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കണ്ടിരുന്നല്ലോ ആ ടൈം സ്കിപ്പിന് മുമ്പ് കൂമ റോബിനെ അയച്ചത് ടെക്കീല വൂൾഫിലേക്കായിരുന്നല്ലോ. അപ്പോൾ അവിടെ ആ പാലം നിർമ്മിക്കുന്നതിൻ്റെ കാര്യമൊക്കെ, അപ്പോൾ അത് എന്തിനാണെന്നൊക്കെ ആ ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ എന്നിങ്ങനെ ഇവാൻഗോവും ചോദിക്കുന്നുണ്ട്. റവല്യൂഷണറി ആർമിയിലെ കരാസുവും ലിൻബർഗും അതേപോലെ മോർലിയൊക്കെ പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഈ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്, ഇപ്പം എല്ലാം ക്ലിയർ ആയി വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഡ്രാഗൺ ആ ഒരു കടലിനെ ഇങ്ങനെ ഫേസ് ചെയ്ത് നിന്ന്
തന്നെ സ്വയം സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് വെഗാപങ്കിൻ്റെ ആ ഒരു വാണിംഗ് കേട്ടിട്ടുള്ള ആൾക്കാർ എല്ലാം സമാധാനപരമായിട്ട് പെരുമാറും എന്നുള്ളതിനൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് ഒരു സേഫ് സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ലോകം മുഴുവൻ ഇനിയും വെള്ളത്തിനടിയിൽ ആകാം എന്നാണല്ലോ വെഗാപങ്ക് ഒരു വാണിംഗ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ പോലും മടിക്കില്ല. അതായത് അവരതിനു വേണ്ടി ഇനി ഒരു യുദ്ധം തന്നെ തുടങ്ങും. അവർക്ക് സ്വന്തമായിട്ടൊരു സേഫ് പ്ലേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവരൊരു യുദ്ധത്തിന് പോലും മടിക്കില്ല എന്നിങ്ങനെ ഡ്രാഗൺ പറയുകയാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ റവല്യൂഷണറി ആർമിയുടെ ആ ഒരു ലക്ഷ്യം അത് നിറവേറ്റിയേ പറ്റൂ, വിജയം കണ്ടെത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ ലോകം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നിങ്ങനെ ഡ്രാഗൺ പറയുകയാണ്. അപ്പോൾ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവുകയാണ്. അടുത്ത ആഴ്ച ബ്രേക്ക് ഇല്ല. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാവരും ഒന്ന് മറക്കാതെ ചെയ്യുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പോസ്റ്റ് യുവർ സജഷൻസ് ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.